ഈ കാലത്ത് ജിമ്മിൽ പോകുന്നവരുടെ എണ്ണം പണ്ട് കാലത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. പറയുമ്പോൾ ഇവരെല്ലാം ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ശരിയായ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ശരിയായ ഗൈഡൻസ് ലഭിക്കാതെ ഇവർ വ്യായാമം തുടരുന്ന സമയത്ത് ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ബിഗിനർ ജിമ്മിൽ പോകുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ദിസ് ഈസ് ബിബിൻ, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. നമ്പർ 1, ഇമിറ്റേഷൻ. പ്രധാനമായും ആളുകൾ ജിമ്മിൽ പോകുന്നത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ്. നമ്പർ 1, അവർക്ക് നല്ലൊരു ഫിസിക് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത് കൊണ്ടാണ്. ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട്. ഏതെങ്കിലും ഒരു ഫിലിം ആക്ടേഴ്സിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ബോഡി ബിൽഡറെ കണ്ടിട്ടോ തനിക്കും അതുപോലൊരു ശരീരം ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജിമ്മിൽ ജോയിൻ ചെയ്യുന്നവർ. ഇങ്ങനെയുള്ള ആളുകൾ അധികം മുന്നോട്ട് പോകാറില്ല. ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. അവർ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല ഫിസിക്കുള്ളവരെ കാണുന്നു, അവരെ പോലെ തന്നെ തൻ്റെ ബോഡി മാക്കിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ഏത് തരത്തിലുള്ള വർക്കൗട്ടാണോ ചെയ്യുന്നത് അതേ വർക്കൗട്ട് ഫോളോ ചെയ്യുന്നു. ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് അവർ ചെയ്യേണ്ട വർക്കൗട്ടിലും വ്യത്യാസമുണ്ടായിരിക്കും. അത് മനസ്സിലാക്കാതെ ബിഗിനേഴ്സ് അവർ ചെയ്യുന്ന അതേ വർക്കൗട്ട് ചെയ്യുന്നത് ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സോ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന വർക്കൗട്ടുകൾ അതേപടി ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ട്രെയിനർ അസൈൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിഗിനേഴ്സിന് പറ്റുന്ന മറ്റൊരു വലിയ തെറ്റാണ് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓരോ വ്യക്തിയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടത് അവരുടെ വണ്ണാറം എന്നതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഓരോ സെറ്റും ഡിസൈൻ ചെയ്യുന്നത് അവരുടെ വണ്ണാറത്തിന് അനുസരിച്ചാണ്. ഒരു വ്യക്തിക്ക് ഒരു തവണ ഉയർത്താൻ പറ്റുന്ന മാക്സിമം വെയിറ്റ്, അതാണ് വണ്ണാറം അല്ലെങ്കിൽ 1 റിപ്പിറ്റേഷൻ മാക്സിമം എന്ന് പറയുന്നത്. ഇത് ഓരോ വ്യക്തിയുടെയും ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ബിഗിനേഴ്സ് വലിയ വെയിറ്റുകൾ വർക്കൗട്ട് ഫോം പോലും ക്ലിയർ ആണെന്ന് നോക്കാതെ അല്ലെങ്കിൽ പ്രോപ്പർ ആണെന്ന് നോക്കാതെ വർക്കൗട്ട് തുടരുന്നു. ഇത് പിന്നീട് വലിയ ഇഞ്ചുറിക്ക് കാരണമാകുന്നു. നമ്മൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം വെയിറ്റ് ഉയർത്തുക എന്നതിലല്ല, ഒരു വർക്കൗട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതിനൊരു ട്രെയിനറുടെ സഹായം അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രെയിനർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വ്യായാമം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഓവർ ട്രെയിനിങ്. ഇത് ജിമ്മിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യുന്നത് കൂടുതൽ റിസൾട്ട് തരുമെന്നാണ് പല ബിഗിനേഴ്സും വിചാരിച്ചിരിക്കുന്നത്. നമ്മളൊരു വർക്കൗട്ട് എത്ര സമയം ചെയ്യണമെന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഒരുപാട് സമയം വർക്കൗട്ട് ചെയ്യുക എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ ഗോൾ എന്നതിനനുസരിച്ച് വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വൈകാതെ തന്നെ നല്ലൊരു റിസൾട്ട് നൽകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. നമ്പർ 4, വേസ്റ്റിംഗ് ടൈം ഇൻ ദ ജിം. ചില ആളുകൾ ജിമ്മിൽ കാണുന്ന സമയത്ത് ഇവർ വർക്കൗട്ട് ചെയ്യാൻ വന്നതാണോ അല്ലെങ്കിൽ കഥ പറയാൻ വന്നതാണോ എന്ന് തോന്നിപ്പോകും. ചില ആളുകൾ 3 മണിക്കൂറോളം ജിമ്മിൽ ചിലവഴിക്കാറുണ്ട്. അതിൽ 2 മണിക്കൂറും കഥ പറയാനായിരിക്കും. നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ സർക്കുലേഷൻ കൂടുകയും മസിൽസ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. നിങ്ങൾ വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞ് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മസിൽസിലേക്കുള്ള സർക്കുലേഷൻ കുറയുകയും മസിൽസ് ആക്റ്റീവ് ആകുന്നത് കുറയുകയും ചെയ്യുന്നു. ഇത് റിസൾട്ടിനെ ബാധിക്കുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം റെസ്റ്റ് എടുത്തുകൊണ്ട് പ്രോപ്പറായിട്ട് എഫേർട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് സെറ്റ് വെറ്റിന്റെ ഹെയർ ജെല്ലാണ്. ഇത് മെൻസിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഗ്രാവിറ്റി റെസിസ്റ്റ് വെർട്ടിക്കൽ ഹോൾഡ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് 100 ml ആണ്. അതുപോലെ തന്നെ ഇതിൽ ആൽക്കഹോൾ, സൾഫേറ്റ് പോലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടില്ല. വേവി ഹെയർ അതുപോലെ തന്നെ കേളി ഹെയർ ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്രദമായിട്ട് വരുന്നത്. ഇതിൽ പ്രോ വിറ്റാമിൻ B5 അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കൈകളിലേക്ക് സ്ക്യൂസ് ചെയ്തുകൊണ്ട് റബ്ബ് ചെയ്ത് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ആമസോണിൽ ബ്യൂട്ടി ഫാഷൻ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. ഈ സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്പർ 5, നോട്ട് ഫോക്കസ് ഓൺ ഡയറ്റ്. വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നല്ലൊരു ഫിസിക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ് ബിഗിനേഴ്സിൽ ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ അവർ വർക്കൗട്ട് ചെയ്യുന്നു എന്നതല്ലാതെ ഡയറ്റിൽ ശ്രദ്ധിക്കാറേയില്ല. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് 30% മുതൽ 40% വരെയാണ് നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ബാക്കിയുള്ള 60% മുതൽ 70% വരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നതിലാണ്, അതായത് നമ്മുടെ ഡയറ്റിലാണ്. നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ഫാറ്റിനെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെ അപേക്ഷിച്ച് പ്രോട്ടീൻ ധാരാളമായി കഴിക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 1.5 മുതൽ 2 ഗ്രാംസ് പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കൺസ്യൂം ചെയ്യണം.
അതായത് 50 കിലോ ഉള്ള ഒരാൾ മിനിമം 75 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വൈകാതെ തന്നെ നല്ല റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ വർക്ക് ഹാർഡ് ആൻഡ് തിങ്ക് പോസിറ്റീവ്.